വളരെ കൗതുകകരമായിട്ടാണ് ഇന്നലെ ഈ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നിയത്. തെരഞ്ഞെടുപ്പിന് ഇനി 26 ദിവസം, ഇന്ന് 2-ാം തീയതി, 26-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. ഇനി 10-24 ദിവസം കൂടിയുണ്ട്. എന്താണ് SDPI ഇങ്ങനെ UDF-ന് ഞങ്ങൾ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ അത്ഭുതം തോന്നി. അതിൻ്റെ അകത്ത് കൗതുകവും അത്ഭുതവും തോന്നി. കാരണം കേരളത്തിൽ നമുക്കറിയാം SDPI എന്ന് പറയുന്ന സംഘടന ഒളിഞ്ഞും തെളിഞ്ഞും അവരുടെ പ്രവർത്തനം അത് CPM-മായി ചേർന്നുകൊണ്ടാണ്. ഇടതുമുന്നണി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, CPM-മായി ചേർന്നുകൊണ്ടാണ്. അപ്പോ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ജയശങ്കർ വക്കീലൊക്കെ പല ചാനൽ ചർച്ചകളിലും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. പകല് DYFI-കാരായിട്ട് നടക്കുന്ന ആളുകളാണ് നേരം വൈകുമ്പോഴേക്കും SDPI-യുടെ കൊടിയും പിടിച്ച് ഇല്ലെങ്കിൽ SDPI-യുടെ പ്രവർത്തനവുമായിട്ട് നടക്കുന്നത്. നമ്മള് ബാലുശ്ശേരിയില് ഒരു CPM പ്രവർത്തകനെ തല്ലിച്ചതച്ച ഒരു കഥ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ്. അപ്പൊ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പം പ്രതികളും ഇവരെല്ലാം ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഒരേ പ്രത്യയ ശാസ്ത്രത്തിൽ ഒരേ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്. ഇപ്പോ ഞാൻ ഇടുക്കിയിലാണ്. ഇടുക്കിയോട് ചേർന്നുള്ള സ്ഥലമാണ് കോട്ടയം ജില്ലയില് നമ്മുടെ ഈരാറ്റുപേട്ട. പത്തനംതിട്ടയാണ് പാർലമെന്റ് മണ്ഡലമെങ്കിലും കോട്ടയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയിലൊക്കെ വളരെ പരസ്യമായ ബാന്ധവമാണ് SDPI-യും CPM-ഉമായിട്ടുള്ളത്. അപ്പോൾ എന്നെ പോലുള്ള ആളുകൾക്ക് വളരെ കൗതുകരമായിട്ട് തോന്നുന്നത് ഇതെങ്ങനെയാണ് നേരം വെളുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സംശയിക്കുന്നത് ഇത് CPM-ഉമായിട്ട് നടത്തിയിട്ടുള്ള ഒരു അന്തർധാരയുടെ ഒരു പ്രഖ്യാപനമാണോ? ഞങ്ങളെ ഒന്ന് മോശക്കാരാക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒന്ന് മോശക്കാരാക്കാൻ CPM-ഉമായിട്ട് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കളിയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഞങ്ങളുടെ ഒരു നേതാവോ ഞങ്ങളുടെ പാർട്ടിയോ ഔദ്യോഗികമായോ ഔപചാരികമായോ SDPI-യുമായി ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങൾ അവരുമായി ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയവുമായി അവരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. എന്ത് സാഹചര്യത്തിലാണ് SDPI ഇങ്ങനെ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്? ഇനി ഒരു ജനാധിപത്യ രാജ്യത്ത് അവരും അവരുടെ പ്രത്യയശാസ്ത്രം അതൊക്കെ എന്തുമാകട്ടെ, അവരും ഇപ്പൊ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു പാർട്ടി എന്ന നിലയിൽ അവരേത് സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് ഇവിടെ SDPI-യുടെ പ്രതിനിധിയുണ്ട്, അദ്ദേഹം അത് വെളിപ്പെടുത്തട്ടെ. ഏതായാലും ഞങ്ങളൊരു കാര്യം പറയുന്നു, SDPI-യുമായി ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങൾ അവരുമായിട്ട് ഒരു ബാന്ധവത്തിനുമില്ല. ഞങ്ങളുടെ ഒരു നേതാക്കളും, ഞങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു, അവരുമായി ഞങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അലയൻസിൽ ഞങ്ങൾ ഏർപ്പെട്ടിട്ടില്ല. ജനാധിപത്യത്തിൽ വോട്ടാണ് പരമപ്രധാനം. വോട്ടിന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നാളെ ഞങ്ങൾ പറയുന്നു, RSS പറയുക ഞങ്ങൾ ഇനി കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നത്, അതല്ല എങ്കിൽ ഇനി വേറെ ഏതെങ്കിലും സംഘടന പറയുകയാണ്, ഹിന്ദു ഐക്യവേദി പറയുകയാണ് ഞങ്ങൾ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നത്. അവരുടെ ഉദ്ദേശം എന്താണെന്നും നമുക്കറിയത്തില്ല. ജനാധിപത്യത്തിൽ വോട്ട് എന്ന് പറയുന്ന, ഒരു പൗരന്റെ വോട്ട് എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ആരെങ്കിലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് അത് നിരാകരിക്കേണ്ട ഒരു ആവശ്യം തെരഞ്ഞെടുപ്പിലില്ല. കാരണം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനല്ല, അത് മാവോയിസ്റ്റുകളൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നുള്ള ആഹ്വാനം നടത്തുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനല്ല, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങളെ ഇനിയിപ്പോൾ ആരെങ്കിലും പറയുകയാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ ഇന്നവർ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ വോട്ട് വേണ്ട എന്ന്. കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ വോട്ട് ചെയ്യുന്ന ആള് അത് രഹസ്യ ബാലറ്റാണ്. ആ രഹസ്യ ബാലറ്റിലൂടെ പക്ഷെ ഞാൻ രോഹിണി പക്ഷേ ശ്രീ സേനാപതി വേണു, അതൊക്കെ വ്യക്തികളുടെ താല്പര്യമാണ്, ശരിയാണ്, രഹസ്യ ബാലറ്റാണ്, ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ കക്ഷിയാണ്. രാഷ്ട്രീയ കക്ഷി മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് VD സതീശൻ പറഞ്ഞത് തീവ്രവാദ സ്വഭാവമുള്ള കക്ഷികളുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അത് CPM-നാണ് എന്നുള്ളതാണ്. ഞാൻ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്, എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിസ്സംശയം നിരാകരിക്കുന്നില്ല? കാരണം PFI-യുടെ ഒരു രാഷ്ട്രീയ മുഖമാണല്ലോ SDPI. തീർച്ചയായും പറയാം ഞങ്ങൾക്ക് SDPI-യുടെ പിന്തുണ വേണ്ട എന്ന്. ഒരു നേതാവിന്റെ ഭാഗത്തു നിന്ന് പോലും അത്തരം ഒരു വാചകം കേട്ടതേയില്ലല്ലോ. അല്ല, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പിന്നെയും ആവർത്തിക്കുന്നു. ഇപ്പോ രോഹിണി അങ്ങ് വിചാരിക്കുന്നുണ്ടോ SDPI എന്ന് പറയുന്ന കക്ഷി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസ് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് ഇവർ UDF-ന് വോട്ട് ചെയ്യാൻ വേണ്ടിയല്ലോ ആണോ ഈ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്റെ ഒരു രാഷ്ട്രീയ അനുഭവം, ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ, ഉടുമ്പൻചോലയിൽ. ഞാൻ ചെറിയ വോട്ടിന്റെ മാർജിനിലാണ് തോറ്റുപോയ, ഒരു 1109 വോട്ടിന്റെ മാർജിനിലാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആ തെരഞ്ഞെടുപ്പിൽ SDPI CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വളരെ പരസ്യമായി
അവരുടെ രാഷ്ട്രീയ പാർട്ടി എന്നതിൽ അവരുടെ അവകാശത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അല്ല, കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ 140 മണ്ഡലങ്ങളിൽ 90 മണ്ഡലങ്ങളിലും CPM-ന് SDPI-യുടെ സഹായം ഉണ്ടായിരുന്നു എന്നത് റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നതാണ്. അതിൽ സംശയമില്ല. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് അത്രയും വലിയൊരു ബാന്ധവം CPM-ഉമായിട്ടുണ്ടായിരുന്ന SDPI-ക്ക് വളരെ പെട്ടെന്ന് എന്തുകൊണ്ട് UDF-ന് പിന്തുണയുമായിട്ട് അവർ വരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എന്റെ ഒരു രാഷ്ട്രീയ കാൽക്കുലേഷനിൽ അതൊരിക്കലും ഞങ്ങളെ സഹായിക്കാനായിട്ടല്ല, അങ്ങനെ സഹായിക്കാനായിട്ടാണ് എന്ന് ഞാൻ കരുതുന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞത് VD സതീശൻ പറഞ്ഞത് ഞങ്ങൾ ആവർത്തിക്കുന്നു. ആരെങ്കിലും ഞാൻ നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിന്റെ വോട്ട് വേണ്ട എന്ന് ജനാധിപത്യത്തിൽ പറയുന്നത് അത് ജനാധിപത്യത്തിൽ ഭൂഷണമല്ല. വോട്ട് വേണ്ട, വോട്ട് നിരാകരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിന് അനുഗുണമല്ലാത്തത് കൊണ്ട് ആരെങ്കിലും ഞങ്ങൾ വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ സുവ്യക്തമായിട്ട് പറയുന്നു, SDPI പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടുകൾ അത് തികച്ചും വർഗീയമാണ്. അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും എല്ലാ വർഗീയതയും അതിനെതിരെ സന്ധിയില്ലാതെ നിലപാടുകൾ സ്വീകരിക്കുകയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കടമയും കർത്തവ്യവും. ഞങ്ങൾ അതിൽ നിന്ന് മാറിയ ശ്രീ സേനാപതിയോട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി അടുത്ത ഘട്ടത്തിലേക്ക് എത്താം. എന്നാലും ഒരു സംശയം, താങ്കൾ പറഞ്ഞു ജനാധിപത്യ വ്യവസ്ഥയിൽ ആരെങ്കിലും പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് നിരാകരിക്കില്ല എന്ന്. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമില്ലേ പൊതുസമൂഹത്തോട്? തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ, SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല.